Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം നഗരത്തിൽ നടപ്പാതകളിലെ വഴിയോര കച്ചവടം അവസാനിപ്പിക്കാനൊരുങ്ങി ഗതാഗത ക്രമീകരണ സമിതി. ഒറ്റപ്പാലം മായന്നൂർ പാലം കവല മുതൽ കണ്ണിയമ്പുറം പാലം വരെയുള്ള വഴിയോര കച്ചവടമാണ് ഒഴിവാക്കുന്നത്. ഗതാഗതക്കുരുക്കിന് പേരുകേട്ട നഗരത്തിൽ ഓണക്കാലത്ത് കുരുക്ക് മുറുകാനുള്ള സാധ്യത പരിഗണിച്ചാണ് തീരുമാനം. നടപ്പാതകൾ നടക്കാൻ മാത്രമാണുള്ളതെന്ന കോടതി നിർദ്ദേശവും തീരുമാനത്തിൽ നിർണായകമായി. ഓണത്തിന് മുൻപ് തീരുമാനം നടപ്പാക്കും. വഴിയോര കച്ചവടങ്ങൾക്ക് മായന്നൂർ പാലം അപ്രോച്ച് റോഡിലും LSN സ്കൂൾ പരിസരത്തും സൗകര്യമൊരുക്കും. ഓണക്കാല പൂക്കച്ചവടങ്ങൾക്കും ഇതേ ഭാഗങ്ങൾ ഉപയോഗിക്കാം. തെരുവ് കച്ചവടത്തിന് നഗരസഭ തിരിച്ചറിയൽ കാർഡ് നൽകിയവർക്കുൾപ്പെടെ തീരുമാനം ബാധകമാണ്. ടൗണിൽ നടപ്പാതകളിൽ കൈവരികൾ സ്ഥാപിച്ച് നവീകരിക്കുന്ന പദ്ധതി അന്തിമഘട്ടത്തിലെത്തി. കൈവരികൾ സ്ഥാപിച്ചത് റോഡിലെ തിരക്ക് കുറയ്ക്കാൻ സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഈ ഭാഗങ്ങളിൽ പാർക്കിങ്ങും അനുവദിക്കില്ല. ഓണക്കാലത്ത് കോടതി പരിസരത്തും BM സ്കൂൾ മൈതാനത്തുമായി പാർക്കിംഗ് ഒരുക്കാനാണ് ശ്രമം. വാഹന തിരക്ക് കൂടുതലുള്ള സമയത്ത് RS റോഡിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് നേരിട്ട് തിരിയാനാകില്ല. ഷൊർണൂർ റോഡിലൂടെ ഇടത്തേക്ക് പോയി സെൻഗുപ്ത റോഡിലൂടെ ചുറ്റി TB റോഡ് വഴി പാലക്കാട് റോഡിൽ കയറണം. വാഹനങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് നേരിട്ട് പ്രവേശിക്കുമ്പോൾ കുരുക്ക് കൂടുമെന്നതിനാലാണ് നിയന്ത്രണം. തിരക്ക് കുറയ്ക്കാൻ ഈസ്റ്റ് പാലത്തിന് സമീപത്തെ കുഴികൾ അടയ്ക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ അധ്യക്ഷ MK ജയസുധ അധ്യക്ഷയായി. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, പൊതുമരാമത്ത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഹാൻഡ് റെയിലിൻ്റെയും പ്രവർത്തനം നടന്നു വരികയാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പരിശോധിച്ചു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സാഹചര്യത്തിലേക്ക് ഹാൻഡ് റെയിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ ഹാൻഡ് റെയിൽ കിഴക്കേത്തോട് പാലം വരെയാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള വഴിയോര കച്ചവടക്കാർ ഹാൻഡ് റെയിലിൻ്റെ ഉള്ളിലെ നടപ്പാതയുടെ ഭാഗത്ത് ഒരിക്കലും വഴിയോര കച്ചവടം നടത്താൻ അനുവദിക്കുകയില്ല എന്നും ഇവർക്കുൾപ്പെടെയുള്ള മാറ്റി സൗകര്യം എന്ന നിലയ്ക്ക് അവരെ മാറി അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം എന്ന നിലയ്ക്ക് മായന്നൂർ പാലം പരിസരം, അതുപോലെ തന്നെ LSN ഗവൺമെൻറ്റിൻ്റെ പരിസരം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് അവർക്ക് മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പ്രധാന പാതയിൽ കിഴക്കേത്തോട് മുതൽ മായന്നൂർ പാലം ജംഗ്ഷൻ മുതൽ കണ്ണിയമ്പുറം പാലം വരെയുള്ള ഭാഗത്ത് പൂക്കച്ചവടം നമ്മൾ അനുവദിക്കുന്നതല്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ വലിയ പ്രയാസം പൂക്കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാന ജംഗ്ഷനുകളിൽ പൂക്കച്ചവടം അനുവദിക്കുന്നതല്ല. അവർക്കും മായന്നൂർ പാലം അപ്രോച്ച് റോട്ടിലും LSN ഗവൺമെൻറ്റിൻ്റെ മുൻവശത്തുള്ള ആ വീതി കൂടിയിട്ടുള്ള ഭാഗങ്ങളിലും പൂക്കച്ചവടവും അവിടേക്ക് മാറ്റി ക്രമീകരിക്കണം എന്നുള്ളതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം എന്ന നിലയ്ക്ക് ചുരുക്കി പറയാനുള്ളത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.